അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما نافعا رب زدنا علما نافعا رب زدنا علما نافعا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അല്ലാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഞങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഒരു പരിശുദ്ധ ഖുർആൻ്റെ ഒരായത്ത് മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാ 17-ാമത്തെ സൂറത്താണ്. അതിൽ 33-ാമത്തെ ഒരായത്ത് നമുക്ക് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تقتلوا النفس التي حرم الله إلا بالحق. അല്ലാഹു പറയുന്നു, വലാ തഖ്തുലുൻ നഫ്സ, നിങ്ങളുടെ അല്ലാഹു പവിത്രമാക്കിയ ജീവനെ നിങ്ങൾ ഹനിച്ചു കളയരുത്, നിങ്ങൾ വധിക്കരുത്. അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹക്ക്, ന്യായപ്രകാരമല്ലാതെ മനുഷ്യൻ്റെ ജീവനെ ഹനിക്കരുത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 155-ാമത്തെ ആയത്താണ്. അള്ളാഹു പറയുന്നുണ്ട്, വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശിരിസ് സാബിരീൻ. വലനബ്ലുവന്നക്കും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി, ഭയം കൊണ്ടും, വൽ ജൂഇ, വിശപ്പ് കൊണ്ടും, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി, സമ്പത്തിൻ്റെ കുറവ് കൊണ്ടും, ജീവനാശം കൊണ്ടും, ജീവനഷ്ടം കൊണ്ടും, വസ്സമറാത്തി, വിഭവങ്ങളുടെ കുറവ് കൊണ്ടും, കായികനികളുടെ കുറവ് കൊണ്ടും അള്ളാഹു നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ വബശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക നബിയെ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിൽ അല്പം വിശദീകരണം നമുക്ക് മനസ്സിലാക്കാം. സുഖവും ദുഃഖവും നിറഞ്ഞതാണ് മനുഷ്യൻ്റെ ജീവിതം. സുഖവും ദുഃഖവും നിറഞ്ഞ ഒരു പേടകമാണ് മനുഷ്യ ജീവിതം. വെറും സുഖത്തോടെ മാത്രം ജീവിതം നയിക്കാമെന്ന് ആരും കരുതണ്ട. എപ്പോഴും രാജപാതയിലൂടെ സഞ്ചരിക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. പലപ്പോഴും ചെളിയും മുള്ളും കലർന്ന ഇടവഴിയിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ വയ്യാതാവുമ്പോൾ പലരും ആത്മഹത്യയിൽ അഭയം തേടാറുണ്ട്. ആത്മഹത്യ പ്രശ്ന പരിഹാരത്തിന് ഒരു പോംവഴിയാണെന്ന് ആളുകൾ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ പ്രശ്ന പരിഹാരത്തിന് ഒരിക്കലും ഒരു പോംവഴിയല്ല. അവിടെ ക്ഷമയാണ് പരിഹാരം. ഇന്നല്ലാഹ മഅസ് സാബിരീൻ, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമയുള്ളവരുടെ കൂടെയാണ്.
ക്ഷമയാണ് നമ്മൾ ആർജിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ മുൻഗാമികളിൽ ഒരാൾ തൻ്റെ കയ്യിൽ ഒരു വ്രണം ബാധിച്ചു. ആ വ്രണം ബാധിച്ച് അസഹ്യമായ വേദന കാരണം അദ്ദേഹം കൈ മുറിച്ചു കളഞ്ഞു. രക്തപ്രവാഹം മൂലം അയാൾ മരണപ്പെടുകയാണ് ചെയ്തത്. അയാളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, എൻ്റെ അടിമ എൻ്റെ അനുവാദം കൂടാതെ ധൃതി കാണിച്ചു, അതിനാൽ ഞാൻ അവന് സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ മലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ നാളെ പരലോകത്ത് അയാൾ നരകാഗ്നിയിൽ എന്നും ചാടിക്കൊണ്ടിരിക്കുമെന്നും, ഒരാൾ വിഷം കഴിച്ചാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ ആ കഴിച്ച വിഷം അയാളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും, അത് നരകത്തിൽ വെച്ച് അയാൾ പാലം ചെയ്തുകൊണ്ടിരിക്കുമെന്നും, മൂർച്ചയുള്ള കത്തി കൊണ്ട് സ്വന്തം ശരീരത്തെ ആരെങ്കിലും കുത്തി വധിക്കുകയാണെങ്കിൽ ആ കുത്തിയ കത്തി അയാളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും, ആ കത്തി നാളെ നരകാഗ്നിയിൽ വെച്ച് അയാൾ സ്വന്തം ശരീരത്തെ കുത്തിക്കൊണ്ടിരിക്കുമെന്ന് കാല സയ്യിദിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയപ്പെട്ടവരെ, അധികാരമോ സ്ഥാനമാനങ്ങളോ സമ്പത്തിൻ്റെ ആധിക്യമോ കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ്റെ ജീവിതം സുഖകരമാക്കാൻ സാധ്യമല്ല. എന്നാൽ വേറെയും ചില കാരണങ്ങളാൽ മനുഷ്യന് മനഃശാന്തി നഷ്ടപ്പെട്ടു എന്ന് വരാം. അതിന് 1-2 ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ധീരനും പ്രശസ്തനുമായിരുന്ന നെപ്പോളിയൻ അദ്ദേഹത്തിൻ്റെ 14ാമത്തെ വയസ്സിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാ രംഗങ്ങളിലും വിശ്വവിഖ്യാതി നേടിയ ആനി ബസന്റ് കുടുംബപരമായ കുഴപ്പങ്ങൾ കാരണം മനഃശാന്തി കിട്ടാത്തതിനാൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. അതുപോലെ ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന പ്രശസ്തനായ സാഹിത്യകാരൻ കുടുംബപരമായ പ്രശ്നങ്ങൾ കാരണം മനഃശാന്തി കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയുണ്ടായത്. ഇത്തരം സന്ദർഭങ്ങളിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യന് നൽകുന്ന സന്ദേശം എന്താണ് പ്രിയപ്പെട്ടവരെ? അള്ളാഹു പറയുന്നുണ്ട്, ക്ഷമ കാണിക്കുക. മനുഷ്യൻ്റെ ജീവിതത്തിൽ സുഖവും ദുഃഖവും, ശക്തിയും ദൗർബല്യവും, കഴിവുകേടും, എളുപ്പവും പ്രയാസവും, ജീവിതവും മരണവുമെല്ലാം ഒരു സത്യവിശ്വാസി അള്ളാഹുവിൽ നിന്നും ഉള്ളതാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, അത് അള്ളാഹുവിൽ നിന്നും വന്നതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി ജീവിതം നയിക്കുക. ഇതാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് നൽകുന്ന ശാന്തിയും സമാധാനവും ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പ്രശസ്ത പണ്ഡിതനും വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമയുമായ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ എന്ന സഹാബി അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു വ്രണം ബാധിച്ചു. മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു കളയണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. വേദനയ്ക്ക് മരുന്ന് കൊടുത്തു അബോധാവസ്ഥയിലാകാൻ. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മരുന്ന് കഴിച്ച് അബോധാവസ്ഥയിലായാൽ എനിക്ക് അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മിച്ചും പ്രാർത്ഥിച്ചും കഴിയാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിർവികാരനായി തൻ്റെ കാൽ നീട്ടിക്കൊടുത്തു. ഡോക്ടർ അന്ന് തന്നെ കാൽ മുറിച്ചു മാറ്റി. അതേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ 7 മക്കളിൽ ഇളയ കുട്ടി മട്ടുപ്പാവിൻ്റെ മുകളിൽ നിന്നും വീണ് മരണപ്പെട്ടുപോയി. അതറിഞ്ഞ ഉർവത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്ക് തന്നെയാണ് നാഥ. എനിക്ക് 7 മക്കളെ തന്നു, അതിൽ 6 പേരെയും നീ തിരിച്ചെടുത്തു, ഒരാളെ നീ ബാക്കി വെച്ചിരിക്കുന്നു. നിനക്ക് വേണമെങ്കിൽ ആ 6 പേരെയും നിനക്കെടുക്കാമായിരുന്നു, നീ അത് ചെയ്തില്ലല്ലോ. നീ എത്ര ഉദാരൻ, നീ കരുണാമയൻ, അൽഹംദുലില്ലാഹ്. കൂടാതെ എനിക്ക് 4 അവയവങ്ങൾ അല്ലാഹു തന്നു, അതിൽ നീ 1 നീ തിരിച്ചെടുത്തു, ബാക്കി 3 അവയവങ്ങൾ നീ എനിക്ക് ബാക്കി തന്നു. വേണമെങ്കിൽ നിനക്കതും എടുക്കാമായിരുന്നു, നീ അത് ചെയ്തില്ല. നീ എത്ര കരുണാമയൻ, നീ എത്ര ഉദാരൻ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ആധുനിക സിറിയയിലെ പ്രശസ്ത പണ്ഡിതനായിരുന്ന ഡോക്ടർ മുസ്തഫ സബായി, അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം തളർന്നുപോയി. എന്നിട്ടും തളർവാദം വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം തളർന്നുപോയി. എന്നിട്ടും അദ്ദേഹം വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട്
അദ്ദേഹത്തിൻ്റെ ജോലികൾ തുടർന്നു. കോളേജിൽ പോയി അധ്യാപനങ്ങൾ നടത്തി. അദ്ദേഹം പൊതുരംഗങ്ങളിൽ പ്രസംഗിച്ചു. മാത്രമല്ല, രോഗബാധിതനായിട്ടും അദ്ദേഹം 3 ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി. അദ്ദേഹത്തെ കാണാൻ വന്ന സഹപാഠികളോട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ രോഗിയാണ്, സംശയമില്ല. എൻ്റെ കൈക്കും കാലിനും വേദനയുണ്ട്. പക്ഷേ അള്ളാഹു എനിക്ക് തന്ന കാരുണ്യം നോക്കൂ, എന്നോട് കാണിച്ച കാരുണ്യം നോക്കൂ. അള്ളാഹു ഔദാര്യവാനല്ലേ. എന്നെ മുഴുക്കെ എൻ്റെ ശരീരത്തെ മുഴുക്കെ തളർത്താൻ കഴിവുള്ളവനായ അള്ളാഹു എൻ്റെ ഒരു ഭാഗം മാത്രമേ തളർത്തിയുള്ളൂ, അതും ഇടതുഭാഗം. വലതുഭാഗമാണ് തളർന്നിരുന്നെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ കഴിയുമായിരുന്നു. എനിക്കിതുപോലെ പൊതുരംഗങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു. എൻ്റെ കണ്ണിന് ശക്തിയുണ്ട്, എൻ്റെ കാതിന് കേൾവി ശക്തിയുണ്ട്, എൻ്റെ നാവിന് വളരെ ശക്തിയുള്ള നാവുണ്ട്. മാത്രമല്ല, ബുദ്ധിശക്തിയെ നശിപ്പിക്കാൻ കഴിവുള്ളവനായ അള്ളാഹു എനിക്ക് അത്യാവശ്യമായ ആ കഴിവിനെ അള്ളാഹു എടുത്തു കളഞ്ഞില്ല. അതുകൊണ്ട് എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ എഴുതുവാനും കഴിയുമായിരുന്നു. ഇതായിരുന്നു ഡോക്ടർ മുസ്തഫ സബായിയുടെ കറകളഞ്ഞ ആത്മവിശ്വാസത്തിൻ്റെ വാചകം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഒരു ഉദാഹരണം കൂടി മനസ്സിലാക്കാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞത്, അൽഹംദുലില്ലാഹ്, സർവസ്തുതി നിനക്കാണ് നാഥ. എൻ്റെ കണ്ണുകളിൽ നിന്ന് ഈ പ്രകാശത്തെ നീ പിടിച്ചെടുത്തുവെങ്കിലും എൻ്റെ ശരീരത്തിന് നല്ല ശക്തിയുണ്ട്, എൻ്റെ മനസ്സിന് ശക്തിയുണ്ട്, എൻ്റെ കാതിന് കേൾവി ശക്തിയുണ്ട്, എൻ്റെ നാവിന് വാളിനേക്കാൾ മൂർച്ചയുണ്ട്. പിന്നെ ഞാൻ എന്തിന് സങ്കടപ്പെടണം? ഞാൻ ആരോട് പരാതി പറയണം? ഇതായിരുന്നു മഹാനവറുകൾ പറഞ്ഞത്. ഇതായിരിക്കണം സർവ്വവിശ്വാസിയുടെയും ആത്മവിശ്വാസത്തിൻ്റെ വാചകം. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നമ്മൾ മറന്നു പോകരുത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇദാ സഅലക ഇബാദി അന്നി വഇന്നി ഖരീബ് മുജീബു ദഅവത ദാഇ ഇദാ ദഅനി ഫലസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യുർഷദൂൻ. നമ്മളിത് അടിവരയിട്ട് പഠിക്കേണ്ട ആയത്തുകളാണ് പ്രിയപ്പെട്ടവരെ. നമുക്കെന്ത് ദുഃഖങ്ങളും പ്രയാസങ്ങളും വന്നാലും നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്നവരാകണം. അള്ളാഹു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു അറിയിക്കുന്നുണ്ട്, വഇദാ സഅലക ഇബാദി അന്നി, നബിയെ, എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞു കൊടുക്കുക, നബിയെ, ഫഇന്നീ ഖരീബ്, ഞാൻ താങ്കളുടെ അടുത്ത് തന്നെയാണ്, അടുത്തുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. മുജീബു ദഅവത്തി ദാഇ ഇദാ ദഅനി, എന്നോട് ചോദിക്കുന്നവർ എന്നോട് തന്നെ ചോദിച്ചു കൊള്ളട്ടെ. ഫലസ്തജീബു ലി, ഞാനാണ് അവർക്ക് ഉത്തരം കൊടുക്കുന്നത്. ചോദിക്കുന്നവർക്ക് ഉത്തരം കൊടുക്കുന്നത് ഞാനാണെന്ന് പറയുക നബിയെ. വൽയുഅ്മിനൂ ബി ലഅല്ലഹും യുർഷദൂൻ, എന്നിൽ അവർ വിശ്വസിച്ചു കൊള്ളട്ടെ, അവർ നേർവഴി പ്രാപിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട്, എൻ്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് എന്നിൽ വിശ്വസിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുഞ്ഞായിരിക്കുമ്പോൾ ആ കുട്ടിയെ എടുത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മകനോടൊരു ഉപദേശം കൊടുക്കുകയുണ്ടായി. യാ ബുനയ്യ, എൻ്റെ പൊന്നുമകനെ, ഞാനൊരു ഉപദേശം എൻ്റെ മകന് തരികയാണ്. ഫൈദാ സഅൽത, നീ ചോദിച്ചാൽ, ഫസ്അലുല്ലാ, നീ അള്ളാഹുവിനോട് ചോദിക്കണം മകനെ. ഫൈദസ്തഅൻത, നീ സഹായം തേടിയാൽ, ഫസ്തഇൻ ബില്ലാ, നീ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം മകനെ. ഈ ഹദീസും ഈ ഖുർആൻ വചനവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വർണ്ണലിപികളാൽ നമ്മൾ കുറിച്ചിടുക. നമ്മളെല്ലാവരും എന്ത് പ്രയാസവും ദുഃഖവും വന്നാലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരാകണം. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സർവശക്തനായ നാഥ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും നീ പുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, വലുതും ചെറുതുമായ എല്ലാ തെറ്റുകളും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. യാ അല്ലാഹ്, ഹലാലായ മുറാദുകൾ നീ ഞങ്ങൾക്ക് ഹാസിലാക്കി തരണേ അള്ളാഹുവേ. ഈ വീഡിയോയിൽ
ഞാൻ ഒരു ആരാണോ എന്നറിയില്ല കമൻസ് ഇട്ടിരിക്കുന്നു, വളരെ ദുഃഖത്തിലാണ്, ദുആ ചെയ്യണം, വളരെ പ്രയാസത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നു. സർവശക്തനായ നാഥ, അവരുടെ ദുഃഖങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല നാഥ, എല്ലാം അറിയുന്നവൻ നീയാണ് തമ്പുരാനെ. അവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, അവർക്ക് അവർ താമസിക്കുന്ന വീടുകളിൽ എന്തെങ്കിലും ഇടങ്ങേറുകളോ മാരണങ്ങളോ ദോഷങ്ങളോ ഏറ്റിട്ടുണ്ടെങ്കിൽ സർവശക്തനായ നാഥ, നീ അതെല്ലാം ദൂരീകരിക്കണേ നാഥ. അവർക്ക് എന്തെങ്കിലും രോഗം കൊണ്ടാണ് വിഷമിക്കുന്നുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ, നീ അവരെ രോഗത്തെ നീ സുഖപ്പെടുത്തി പൂർണ്ണമായ ശിഫ നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടായിരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിൽ നിൻ്റെ തിരുനോട്ടം ഉണ്ടായിരിക്കണേ റഹ്മാനെ. അല്ലാഹ്, ഞങ്ങളുടെ ഭവനങ്ങൾ നീ ഇഷ്ടപ്പെടുന്ന ഭവനമാക്കണേ റഹ്മാനെ. ഒരു ദോഷങ്ങളോ മാരണങ്ങളോ ഞങ്ങളുടെ ഭവനത്തിൽ ഏൽക്കാനിടയാക്കില്ല റഹ്മാനെ. എല്ലാ ദോഷങ്ങളെയും നീ ദൂരീകരിക്കണേ റഹ്മാനെ. സർവശക്തനായ നാഥ, ഞങ്ങളുടെ ഈ ദുആയെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا واغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ربنا واغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.